ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ശാലോം പ്രേക്ഷകരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് ഇതാ നിൻ്റെ അമ്മ എന്ന ഈ പ്രോഗ്രാം പരിശുദ്ധ അമ്മയുടെ സ്നേഹപ്രകീർത്തനങ്ങളായി നമ്മൾ ആഘോഷിക്കുകയാണ്. അമ്മയോടൊന്ന് ചേരാം. നമ്മുടെ പ്രിയപ്പെട്ട ഷാനവാസ് ഫ്രാൻസിസ് ഒരുക്കിയ ഗാനങ്ങളാണ് ഈ എപ്പിസോഡുകളിലൂടെ കടന്നു വരുന്നത്, നമ്മൾ ശ്രവിക്കുന്നത് നമുക്കറിയാം. പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. നമുക്കറിയാം എത്രയും ദയയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയെ എത്രയോ പ്രകീർത്തിക്കുന്നു നമ്മൾ. കുഞ്ഞുനാൾ മുതൽ തിരുസഭാ സന്താനങ്ങളായ ഓരോ മക്കളുടെയും ഹൃദയ പ്രാർത്ഥനയാണ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയെ പ്രകീർത്തിച്ചുള്ള പ്രാർത്ഥന. അതേ പ്രിയമുള്ളവരെ, മിഴികളിൽ സാന്ത്വനം നിറയ്ക്കുന്നവളാണ് അമ്മ. എത്രയും ദയയുള്ള മാതാവ്. അവളുടെ മൊഴികളിൽ എന്നും ദയയുടെയും സാന്ത്വനത്തിൻ്റെയും അലയടികൾ നാം കാണുന്നുണ്ട്. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അമ്മയെ മാധുര്യം എന്ന് വിശേഷിപ്പിക്കുകയാണ്. എന്താ കാരണം? നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനത്തിൻ്റെ ഊഷരമായ അനുഭവങ്ങളിൽ, കൈപ്പാർന്ന ആ സഹനവേളകളിൽ സ്നേഹസാന്ത്വനത്തിൻ്റെ മാധുര്യം പകരുന്നവളാണ് ഈ അമ്മ. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ നമുക്ക് ആഴപ്പെടാം. അമ്മയുടെ ജപമാല പിടിച്ച് സ്വർഗാരോപിതയായ നാഥയെ പ്രകീർത്തിച്ച് അമ്മയോടൊപ്പം ഈശോയുടെ മഹനീയമായ തിരുഹൃദയ സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ചേർക്കാം. നമ്മുടെ പ്രിയങ്കരനായ അഭിജിത്ത് മനോഹരമായി ആലപിച്ച ഗാനം, അതെ, നമുക്ക് ഒരു പ്രാർത്ഥനാ ഗീതമായി ഹൃദയത്തിലേറ്റുവാങ്ങാം. മിഴികളിൽ സാന്ത്വനം, മൊഴികളിൽ തേൻകണം പകരുവാൻ വരികയായി സുരറാണി മോദമായി അകതാരിൽ ശാന്തിയായി. മിഴികളിൽ സാന്ത്വനം, മൊഴികളിൽ തേൻകണം പകരുവാൻ വരികയായി സുരറാണി മോദമായി അകതാരിൽ ശാന്തിയായി. മരിയേ മനോഹരിയേ, കൃപയേറുമംബികയേ, ഒഴിയും സുഗന്ധവുമായി മമലോകെ നിറയണമേ. മരിയേ മനോഹരിയേ, കൃപയേ മൊഴികളിൽ തേൻകണം പകരുവാൻ വരികയായി സുരറാണി മോദമായി അകതാരിൽ ശാന്തിയായി. എന്നുള്ളത്തിൽ നിന്റെ ഭാവം പകരൂ. നിൻ പൊന്നോമൽ സുതനാ, എന്നുള്ളത്തിൽ നിന്റെ ഭാവം പകരൂ. മരിയേ
മധുരഗീതമല്ലോ, മനസ്സിൻ ഭാവമല്ലോ. മിഴികളിൽ സാന്ത്വനം, മൊഴികളിൽ തേൻകണം പകരുവാൻ വരികയായി സുരറാണി മോദമായി അകതാരിൽ ശാന്തിയായി. ക്രൂശിതനെ കണ്ടു നിന്ന അമ്മേ, എന്റെ ദുഃഖവ്യഥകളിലണയൂ. ക്രൂശിതനെ കണ്ടു നിന്ന അമ്മേ, എന്റെ ദുഃഖവ്യഥകളിലണയൂ. മരിയേ മമതായേ, കാണൂ നിന്നൊളികൾ, അലിവായി നീ അണയൂ, എന്നെ സ്വന്തമാക്കൂ. മൃദുവായി തഴുകൂ നീ ദിവ്യ സൗഖ്യവുമായി നവ്യജീവനുമായി. മിഴികളിൽ സാന്ത്വനം, മൊഴികളിൽ തേൻകണം പകരുവാൻ വരികയായി സുരറാണി മോദമായി അകതാരിൽ ശാന്തിയായി. മരിയേ മനോഹരിയേ, കൃപയേറുമംബികയേ, ഒഴിയും സുഗന്ധവുമായി മമലോകെ നിറയണമേ. മരിയേ മനോഹരിയേ, കൃപയേറുമംബികയേ, ഒഴിയും സുഗന്ധവുമായി മമലോകെ നിറയണമേ. മിഴികളിൽ സാന്ത്വനം, മൊഴികളിൽ തേൻകണം. നമ്മുടെ ഹൃദയത്തിലും നിറയ്ക്കാം പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ അമ്മയെ ആശ്രയമേ എന്ന തേൻകണം പോലുള്ള ആ വിശേഷണങ്ങൾ. ഞങ്ങളുടെ മാധുര്യമേ, അമ്മയുണ്ട് പ്രിയമുള്ളവരെ കൂടെ. ക്രിസ്തീയ ജീവിത വഴിത്താരയിൽ പതറാതെ മുന്നേറുവാൻ അമ്മ നമ്മുടെ കരം പിടിക്കും. ഷാനവാസെ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ ഗാനത്തിൻ്റെ ഉത്ഭവം? നമുക്കറിയാമല്ലോ, ഓരോ ഗാനങ്ങളും നമ്മൾ ഒരുങ്ങുമ്പോൾ അതിൻ്റേതായ ചട്ടവട്ടങ്ങളും ചിട്ടപ്പെടുത്തലുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം? എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു സംഗീതമാണ് ഈ പാട്ട്. ഈ പാട്ട് എഴുതാൻ വേണ്ടി പലപ്പോഴും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. പ്രാർത്ഥിച്ച് നോക്കിയിട്ടുണ്ട്, നടന്നിട്ടില്ല. അങ്ങനെ ഒരിക്കൽ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ബിജു ഡാനിയൽ എന്ന് പറഞ്ഞൊരു സാറ്, ശലോമിലെ ശുശ്രൂഷകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഞാൻ ഈ പാട്ടൊന്ന്, ഈ ട്യൂണൊന്ന് മൂളി കേൾപ്പിച്ചു. അദ്ദേഹത്തിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പാട്ട് ഞാൻ ഒരിക്കൽ കൂടി പാടി, ഈ ട്യൂൺ ഒരിക്കൽ കൂടി പാടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഇതിൻ്റെ വരികളിങ്ങനെ വരികയാണ്. എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ പാട്ട് മുഴുവനും അദ്ദേഹം എഴുതി തീർത്തു എന്നുള്ളതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണിത്. അഭിജിത്തും നമ്മുടെ കുഞ്ഞനിയത്തിമാരും എല്ലാം ചേർന്ന് മനോഹരമായി ആ ഗാനം ആലപിച്ചു. നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ഇത് അനുഭവമാണ്. പരിശുദ്ധാത്മാവ് തരുന്ന എല്ലാ സൃഷ്ടികളും, അത് ഗാനമായിക്കൊള്ളട്ടെ, ശ്രുതിയും താളവും ലയവുമായിക്കൊള്ളട്ടെ, എല്ലാം അഭിഷേകത്തിൻ്റെ നിറവുണ്ടാകും. അതെ, പരിശുദ്ധ അമ്മ. അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വചനം എന്താണ് പറയുന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 25 മുതൽ കാണുമ്പോൾ, യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മ, പ്രത്യേകിച്ച് എങ്ങനെയാണ് പറയുന്നത്?
യേശുവിൻ്റെ കുരിശിനരികെ. പ്രിയമുള്ളവരെ, കുരിശിനരികെ നിൽക്കുന്ന ഈ അമ്മ നമുക്ക് മാതൃകയായി മാറണം. അതുകൊണ്ട് ജീവിത കുരിശുകൾ വരുമ്പോൾ കുതറി ഓടുകയല്ല, പതറി വീഴുകയല്ല, അമ്മയെപ്പോലെ കുരിശോട് ചേർന്ന് നിൽക്കുക. ആ കുരിശുകളെല്ലാം, ആ സഹനങ്ങളെല്ലാം കൃപകളായി മാറും. കുരിശിനരികെ നിൽക്കുന്ന അമ്മയെക്കുറിച്ച് പ്രിയപ്പെട്ട ഗായിക മിഥില മൈക്കിൾ നമുക്കായി ഈ ഗാനസമ്മാനം ഒരുക്കുമ്പോൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രമിക്കാം. കുരിശിൻ ചാരേ നിന്നവളേ, കുരിശിലെ വേദനയേറ്റവളേ, കുരിശിൻ്റെ വഴിയെ നടന്നവളേ, ക്രൂശിതന് ജന്മം നൽകിയോളേ. കുരിശിൻ ചാരേ നിന്നവളേ, കുരിശിലെ വേദനയേറ്റവളേ, കുരിശിൻ്റെ വഴിയെ നടന്നവളേ, ക്രൂശിതന് ജന്മം നൽകിയോളേ. ഭാഗ്യവതി
കുരിശിലെ വേദനയേറ്റവളെ, കുരിശിന്റെ വഴിയെ നടന്നവളെ, ക്രൂശിതന് ജന്മം നൽകിയോളെ, ഭാഗ്യവതി നീ ഭാഗ്യവതി, സ്ത്രീകളിൽ നീ എന്നും അനുഗ്രഹീത, ഭാഗ്യവതി നീ ഭാഗ്യവതി, സ്ത്രീകളിൽ നീ എന്നും അനുഗ്രഹീത. ഭാഗ്യവതി, എന്നും ഭാഗ്യവതി, സ്ത്രീകളിൽ നീ എന്നും അനുഗ്രഹീത. എങ്ങനെയാണ് അനുഗ്രഹീതയായി മാറിയത്? കുരിശിൻ്റെ വഴിത്താരകളിൽ പതറാതെ നിന്നു. പ്രിയമുള്ളവരെ, ഓരോ കുരിശുകളും സമ്മാനിക്കുന്നത് കൃപകളുടെ, ദൈവകൃപകളുടെ വലിയ ഭണ്ഡാകാരം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന അനുഭവമായാണ്. അതുകൊണ്ടാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ദൂതൻ വിളിച്ചത്. കാരണം അത്രമാത്രം ജീവിത പ്രശ്ന സങ്കീർണതകളിൽ പതറാതെ നീങ്ങുവാൻ കെൽപ്പ് പരിശുദ്ധാത്മാവ് നിറച്ചു. അതുകൊണ്ടാണ് ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് അമ്മ ഉദ്ഘോഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ബലം പകരും, ശക്തി പകരും. എല്ലാ സഹനവേളകളിലും, കുരിശിൻ ചുവട്ടിലും, കുരിശിൻ്റെ വഴിത്താരകളിലും പതറാതെ നീങ്ങുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിച്ച് സഹായിക്കും. പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ജീവിതം ചേർക്കണം. പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വചനം അതല്ലേ പറയുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ ആഴപ്പെടാം, വിശ്വാസത്തിൽ ആഴപ്പെടാം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നല്ലേ വചനം പറയുന്നത്? അതെ, പരിശുദ്ധ അമ്മയാണ് വിശ്വാസത്തിൻ്റെ അമ്മ. അമ്മയുടെ വിശ്വാസം മാതൃകയായി മാറണം. പ്രത്യേകിച്ച് നമുക്കറിയാം, വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അമ്മ നമുക്ക് മാതൃകയാണ്. ഷാനവാസേ, ഈ പുതിയ ഗാനം, നമ്മളിൽ പാടാൻ പോകുന്ന ഗാനം, അതിനെക്കുറിച്ച് ഒരു കൊച്ച് ചിന്ത നൽകുമോ ഞങ്ങൾക്ക്? തീർച്ചയായിട്ടും. ഞാൻ ഏറ്റവും അടുത്ത നാളുകളിൽ കൂടി വന്ന ഒരു മാസം ആയിട്ടുള്ളൂ ഈ പാട്ട് ചെയ്തിട്ട്. എനിക്ക് തന്നെ മാതാവ് നൽകിയ ഗാനമാണ്. എൻ്റെ സുഹൃത്തുക്കളാണ് പാടിയിരിക്കുന്നത്, 2 പേര് കൂടിയാണ് പാടിയിരിക്കുന്നത്. പ്രദീപ് മാരാരി, അപർണ മാർട്ടിൻ, നല്ല ഗായകരാണ്. അവരെ ഈ പാട്ട് ഏൽപ്പിച്ച സമയത്ത് തന്നെ അവർ അത് ഏറ്റെടുത്തു. വളരെ മനോഹരമായിട്ട് അവർ പാടി. നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലേ? തീർച്ചയായും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവം പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹപ്രകീർത്തനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മനസ്സ് ചേർക്കാം. പ്രാർത്ഥന കേൾക്കണേ മാതാവേ, എൻ്റെ യാചന നൽകണേ മാതാവേ. പ്രാർത്ഥന കേൾക്കണേ മാതാവേ, എൻ്റെ യാചന നൽകണേ മാതാവേ. പ്രാർത്ഥിക്കും ദാസരിൽ നീ വരൂ, പാവന സ്നേഹമായി നീ വരൂ. പ്രാർത്ഥിക്കും ദാസരിൽ നീ വരൂ, പാവന സ്നേഹമായി നീ വരൂ. പാവന സ്നേഹമായി നീ വരൂ. പാവന സ്നേഹമായി നീ വരൂ. പ്രാർത്ഥന കേൾക്കണേ മാതാവേ, എൻ്റെ യാചന നൽകണേ മാതാവേ. പ്രാർത്ഥന കേൾക്കണേ മാതാവേ, എൻ്റെ യാചന നൽകണേ മാതാവേ.
കണ്ണുനീർ ഞാൻ പൊഴിക്കുമ്പോൾ മിഴി തുടയ്ക്കുവാൻ നീ വരണമേ. കണ്ണുനീർ ഞാൻ പൊഴിക്കുമ്പോൾ മിഴി തുടയ്ക്കുവാൻ നീ വരണമേ. അമ്മതൻ വാത്സല്യം എനിക്കേകണേ, അമ്മതൻ മാറിലായി എന്നെ ചേർക്കണേ. അമ്മതൻ വാത്സല്യം എനിക്കേകണേ, അമ്മതൻ മാറിലായി എന്നെ ചേർക്കണേ. പ്രാർത്ഥന കേൾക്കണേ മാതാവേ, എന്റെ യാചന നൽകണേ മാതാവേ. പ്രാർത്ഥന കേൾക്കണേ മാതാവേ, എന്റെ യാചന നൽകണേ മാതാവേ. വഴിതെറ്റി ഞാനലയുമ്പോൾ വഴികാട്ടിയായി നീ വരണമേ. വഴിതെറ്റി ഞാനലയുമ്പോൾ പുതുവഴികാട്ടിയായി നീ വരണമേ. യേശുവിന്റെ പൈതലായി എന്നെ മാറ്റണേ, യേശുവിന്റെ സ്നേഹത്തിൽ എന്നെ ചേർക്കണേ. യേശുവിന്റെ പൈതലായി എന്നെ മാറ്റുന്നേ, യേശുവിന്റെ സ്നേഹത്തിൽ എന്നെ ചേർക്കണേ. പ്രാർത്ഥന കേൾക്കണേ മാതാവേ, എന്റെ യാചന നൽകണേ മാതാവേ. പ്രാർത്ഥന കേൾക്കണേ മാതാവേ, എന്റെ യാചന നൽകണേ മാതാവേ. പ്രാർത്ഥിക്കും ദാസരിൽ നീ വരൂ, പാവന സ്നേഹമായി നീ വരൂ. പ്രാർത്ഥിക്കും ദാസരിൽ നീ വരൂ, പാവന സ്നേഹമായി നീ വരൂ. പാവന സ്നേഹമായി നീ വരൂ. പാവന സ്നേഹമായി നീ വരൂ. പ്രാർത്ഥന കേൾക്കണേ മാതാവേ, എന്റെ യാചന നൽകണേ മാതാവേ. പ്രാർത്ഥന കേൾക്കണേ മാതാവേ, എന്റെ യാചന നൽകണേ മാതാവേ. ഈശോയുടെ തിരുഹൃദയത്തിൽ എന്നും അമ്മയുടെ വിമല ഹൃദയ പ്രാർത്ഥനകൾക്ക് സ്വീകാര്യതയുണ്ട്. അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച ഒരു പ്രാർത്ഥനയും പാഴായി പോവുകയില്ല. അമ്മയോട് ചേരാൻ നമുക്ക് അമ്മ വഴി നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് നമുക്കായിരിക്കാം. ഷാനവാസേ, നമുക്ക് കൊച്ചു പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് കിടക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ, ഇന്നത്തെ ഈ ഗാനങ്ങളിലൂടെ അനേകം മക്കൾക്ക് പ്രത്യാശ നൽകിയതിന്, ഈശോയെയും മാതാവിനെയും സ്വർഗത്തെയും സ്നേഹിക്കുവാൻ കൃപ നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും ആ മക്കൾക്കെല്ലാം നൽകി അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.